അച്ചുമോൻ എന്ന പരീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചുമോൻ ഉച്ചയ്ക്ക് വരും. അപ്പോൾ ഞാൻ കടയിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചുമോൻ അവിടേക്ക് വന്നു കേട്ടോ. വന്ന വഴിക്ക് അമ്മയെ നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താ കടയിൽ നിന്ന് ഒരു നൂഡിൽസ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ആ നൂഡിൽസൊക്കെ വേവിക്കാനായി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ക്യാരറ്റ് സവോള എടുത്ത് കഴുകി അരിയാണ്. ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ടാലൊന്നും അച്ചുമോൻ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അങ്ങനെ ഈ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അങ്ങനെ ആ നൂഡിൽസ് ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഇവിടെ ഞാൻ ബുൾസൈ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബുൾസൈ ഒക്കെ ഉണ്ടാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്നും ഒരു അരിപ്പയിൽ ഇങ്ങനെ വെള്ളം വാലാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ പച്ചക്കറി അരിഞ്ഞു വെച്ച ക്യാരറ്റ് സവോളയും ചേർത്ത് നന്നായി വഴറ്റുക. അങ്ങനെ വഴറ്റി നന്നായിട്ട് വരുമ്പോൾ പാറുമോൾക്ക് അപ്പോഴേക്കും ഒരു ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് എന്താ പറയുക, ഈ വഴണ്ട് വന്നിരിക്കുന്ന പച്ചക്കറിയിലേക്ക് കുറച്ച് മുട്ട ചേർത്ത് കൊടുക്കണം. അങ്ങനെ മുട്ട പൊടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് സോയ സോസും കുറച്ച് ടൊമാറ്റോ സോസും മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ ഇളക്കി എന്താ പറയുക വെന്ത് വന്നിരിക്കുന്ന ആ മുട്ട മാറ്റി അതിലേക്ക് ഈ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ നൂഡിൽസും കൂടി ചേർക്കാട്ട്. നൂഡിൽസ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നൂഡിൽസ് പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല നീളത്തിലുള്ള നൂഡിൽസ് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അവസാനം ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് അച്ഛമ്മ പറയുന്നത് അമ്മേ പാസ്ത മസാല ഉണ്ട്, നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഈ പാസ്ത മസാല ഉണ്ടായിരുന്നു, അതും കൂടി കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പാറുമോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്ത് പാറുമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാ. പാറുമോൾക്ക് നല്ല ഇഷ്ടമായി. പാറുമോൾക്ക് അപ്പോൾ ചോറ് വേണ്ടത് തന്നെ വേണമെന്നായിട്ടാ. അങ്ങനെ പാറുമോളും കഴിച്ചു. അങ്ങനെ കുറച്ച് ഞാൻ അച്ചുമോനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഇത് കഴിച്ചു. എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.